ഇന്നത്തെ വ്ലോഗ് ഒരു കറക്കം വ്ലോഗാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൾ കല്യാണം കഴിച്ച് പോയത് തൃശ്ശൂർക്കാണേ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ദിവസം കറങ്ങാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയത് സ്റ്റുഡിയോയിലേക്കാണേ. എന്താണെന്ന് വെച്ചാൽ ഓഫറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ന്യൂ ഇയറിൻ്റെ ഓഫർ സെയിൽ നടക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത്. നമ്മൾ പോയത് എടപ്പള്ളിയിലെ സ്റ്റുഡിയോയിലേക്കാണേ. പക്ഷെ സത്യം പറയാമല്ലോ, അവിടുത്തെ കളക്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. വലിയ രീതിയിൽ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല, റേറ്റും നമുക്ക് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹിഡൻ കഫേ ഉണ്ടായിരുന്നത്. നമ്മൾ മെയിൻ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. ഹിഡൻ കഫേയുടെ കുറേ റീൽസ് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്നൊരാഗ്രഹം വന്നത്. ഇവിടെ വന്നപ്പോൾ വീഡിയോയിൽ കണ്ട അതേ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. മറ്റേത് കഫേനെക്കാട്ടിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ ഹിഡൻ കഫേ. ഇത്രയും തിരക്കുള്ള സിറ്റിക്ക് നടുവിൽ ഇങ്ങനെ ഒരു കഫേ, ഈ ഒരു ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും അവർ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത്രയും നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെന്ന് ആദ്യം തന്നെ അവിടെ ഫുഡൊന്നും അല്ല കേട്ടോ ഓർഡർ ചെയ്തത്. അവിടെ ഫുൾ ആദ്യം തന്നെ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് റിലാക്സൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നു. നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോവാണേ. ഇവിടെ എല്ലാം ഹിഡൻ ആണെന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഹിഡനായിട്ട് തന്നെ അവർ വെച്ചേക്കണത്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ളൊരു തട്ടുകട കയറി കേട്ടോ. നമ്മൾ ഹിഡൻ കഫേയിൽ നിന്ന് ഷേക്കും ജ്യൂസുകളും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പുറത്ത് വന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാനേ. ആ ഉച്ച സമയമാകുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിരിയാണിയോ ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോണത്. കുറേ നാളത്തെ ആഗ്രഹം കൂടിയാണ് ഇങ്ങനെ നമുക്കൊരു ദിവസം പോകാമെന്നുള്ളത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന വൈബും ആ ഒരു സന്തോഷമൊക്കെ വേറെ തന്നെയാണല്ലേ. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.